രാത്രിയിൽ എത്രയൊക്കെ താമസിച്ച് കിടന്നെന്ന് പറഞ്ഞാലും രാവിലെ ഒരു അല്പം എഴുന്നേക്കാൻ ലേറ്റായി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ അവതാളത്തിലായെന്ന് തന്നെ പറയാം. ഏട്ടന് രാവിലെ കാപ്പിപ്പൊടി ഇട്ട് നല്ല മധുരത്തിലൊരു പാൽ ചായ. എന്നാൽ എനിക്കോ ഈ കാപ്പിപ്പൊടി അത്ര ഇഷ്ടമല്ല. നല്ല കടുപ്പത്തിൽ തേയിലയൊക്കെ ഇട്ട് മധുരം കൂട്ടിയ ഒരു ചായ. അങ്ങനെ ആദ്യം തന്നെ ചൂടോടെ ചായ ഉണ്ടാക്കി ഏട്ടന് കൊടുത്തതിന് ശേഷം എൻ്റെ ചായയും തിളപ്പിച്ചു. അതും കുടിച്ചുകൊണ്ടാണ് എൻ്റെ ഒരു ദിവസം ഏകദേശം തുടങ്ങുന്നത്. പാല് വാങ്ങിക്കുന്ന ദിവസങ്ങളിലുള്ള കാര്യം മാത്രമാണ് ഇത്. അല്ലാത്തപ്പോൾ രണ്ടാൾക്കും ഓരോ തേയില വെള്ളം. ഇത് രാവിലത്തെ കാപ്പിയുടെ കാര്യങ്ങൾ നോക്കാം. ഇന്നലെ ദോശയായിരുന്നു, അതുകൊണ്ട് ഇന്ന് ഇഡ്ഡലി. ദോശയെ വെച്ച് നോക്കുമ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാനാണ് എളുപ്പം. തട്ടിലേക്ക് ഇങ്ങനെ കോരി ഒഴിച്ചാൽ മാത്രം പോരെ. ദോശയാകുമ്പോൾ സമയമെടുത്ത് അതിൻ്റെ കൂടെ തന്നെ നിന്ന് വേണം ചെയ്തെടുക്കാൻ. എന്നാലും ഉണ്ടാക്കാനും കഴിക്കാനും എനിക്ക് കൂടുതൽ ഇഷ്ടം ദോശ തന്നെ. അങ്ങനെ ഇഡ്ഡലിക്കെല്ലാം തട്ടിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പൊന്നൂസ് എഴുന്നേറ്റെ. ഇനി പൊന്നൂസിന് ചായ കൊടുക്കാം. അങ്ങനെ പൊന്നൂസിനെ കൊണ്ട് ഒരു വിധത്തിൽ ആ ചായയൊക്കെ കുടിപ്പിച്ചു. അങ്ങനെ ഏട്ടനും ജോലിക്ക് പോയി. ഇന്നലത്തെ മീൻകറി ആയിരുന്നു ഇഡ്ഡലിക്ക് കഴിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഇന്നലത്തെ മീൻകറിയും ഇഡ്ഡലിയൊക്കെ കൂടെ കഴിച്ചു. കുഞ്ഞു പഞ്ചസാര ഇട്ടാണ് കഴിക്കാറ്. അങ്ങനെ കുഞ്ഞു പഞ്ചസാരയൊക്കെ ഇട്ട് ഇഡ്ഡലിയൊക്കെ കഴിച്ചു. അങ്ങനെ എൻ്റെ രാവിലത്തെ പണി ഏകദേശമൊക്കെ ഒതുങ്ങിയെന്ന് പറയാം.